എനിക്ക് അനുഗ്രഹമായിരുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും എനിക്ക് അനുഗ്രഹമായിരുന്നു. നിങ്ങൾക്കും അത് അനുഗ്രഹമായിരിക്കും. തീരുമാനമെടുക്കുന്നവർക്കായിട്ട് ദൈവത്തിന് സ്തോത്രം. ഒരു പാട്ടുകൂടി വേഗത്തിൽ പാടാം. പാഠപുസ്തകത്തിലെ 9ാമത്തെ ഗാനമാണ്. എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും. എല്ലാവർക്കും അറിയുന്ന പാട്ടാണെന്ന് എനിക്കറിയാം. നമുക്ക് എല്ലാവർക്കും ചേർന്ന് കൈകളെ അടിച്ച് പാടണം ഈ പാട്ട്. ആ പാട്ട് സംഭവബഹുലമായ ഒരു ഗാനമാണിത്. ഇത് ആവർത്തന പുസ്തകം 28ാമത്തെ ആയത്തെ ആധാരമാക്കി കൂടെ എഴുതിയിരിക്കുന്നതാണ്. ഇതിലെ 4 സ്റ്റാൻസകളുണ്ട്. ഈ 4 സ്റ്റാൻസയിലും ഓരോരോ അനുഭവങ്ങളുണ്ട്. അതിന്റെ അവസാനത്തെ സ്റ്റാൻസ എങ്ങനെ പറയുന്നു? വായ്പ വാങ്ങാൻ ഇടവരികയില്ല, കൊടുക്കുവാനോ ദൈവം സമൃദ്ധി നൽകും. സ്തോത്രം. ആ വരികൾ എഴുതുന്ന സമയത്ത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു തീരുമാനമെടുത്ത് കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചെന്ന് തോന്നുന്നു. തീരുമാനമെടുത്തിട്ട് എഴുതിയ വരികളാണ്. എൻ്റെ തീരുമാനം ഇതായിരുന്നു. എന്നോട് കർത്താവ് വ്യക്തിപരമായിട്ട് സംസാരിച്ച കാര്യമാണ്. പോകാം, ഇനി വായ്പ വാങ്ങരുത്. ഒരു വലിയ കടഭാരത്തിൽപ്പെട്ട് ഞാൻ ആയിരുന്ന സമയത്ത് കർത്താവ് എന്നെ രക്ഷിച്ചു. ആ കടത്തിനകത്തുനിന്ന് പുറത്തു വരാൻ ദൈവം എന്നെ സഹായിച്ചു. അത് ദൈവസന്നിധിയിൽ എടുത്തൊരു തീരുമാനമാണ്. ഇല്ല, ഇനി വായ്പ വാങ്ങത്തില്ല. ഇന്നുവരെയും അങ്ങനെ ജീവിക്കാൻ ദൈവം കൃപ ചെയ്തു. ദൈവത്തിന് സ്തോത്രം. അനവധിയായ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ട്. ആശുപത്രിയിലെ ബില്ലടയ്ക്കാനില്ലാതിരുന്ന സമയത്ത് ഇളയ മകൻ ജനിച്ച് കാരക്കോണം ആശുപത്രിയിൽ ജനിക്കുന്ന സമയത്ത് ഞാനിവിടെ ഇല്ല. എനിക്ക് പകരം ഒപ്പിട്ടത് ഇവിടെ ഇരിക്കുന്ന ഡ്വിൻസാർ. ആ കുഞ്ഞിനെ അവനെ റിലീസ് ചെയ്ത എൻ്റെ ഭാര്യയെ ഡിസ്ചാർജ് ചെയ്ത സമയത്ത് ബില്ലടയ്ക്കാൻ നിവൃത്തിയില്ലാതിരിക്കുന്ന സമയത്ത് ഡ്വിൻസാർ ഒന്നോട് ബില്ലടച്ചിട്ടു. അത് കഴിഞ്ഞിട്ട് 1 മാസം അവിടെ ഇൻക്യുബേറ്ററിൽ കുഞ്ഞിനെ വെച്ചിരുന്നു. പ്രിമച്യൂർ ബേബിയാണ്. ജനിക്കുമ്പോൾ 900 ഗ്രാമേ ഉണ്ടായിരുന്നുള്ളൂ. അവനെ ആശുപത്രിയിൽ നിന്ന് റിലീസ് ചെയ്യേണ്ട സമയത്ത്, അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത സമയത്ത് ഹോസ്പിറ്റലിൽ അടുത്ത ദിവസം ബില്ലടയ്ക്കണം. രൂപ ഇല്ല കയ്യിൽ. എന്ത് ചെയ്യണമെന്ന് അറിയാതിരുന്ന ഒരു സമയമാണ്. തലേ ദിവസം അമ്മ വന്നിട്ട്, എൻ്റെ ഭാര്യയുടെ അമ്മ വന്നിട്ട് ഒരു പൊതി കൊണ്ട് എൻ്റെ ഭാര്യയുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, ഇതിന് പണയം വെച്ച് വിറ്റോ, പണയം വെച്ചോ, എങ്ങനെയെങ്കിലും നാളെ ബില്ലടയ്ക്കണം. അവൾ ആ പൊതി അങ്ങനെ തന്നെ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, അമ്മ അത് വേണ്ട, ഞങ്ങളുടെ ഒരു തീരുമാനമാണ്, വായ്പ എടുക്കുന്നില്ല. ദൈവം എന്തെങ്കിലും ഒരു വഴി തുറക്കും. അടുത്ത ദിവസം ബിൽ അടയ്ക്കേണ്ട തുക, അന്ന് ഫോണില്ല, ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഫോണില്ല. ഞങ്ങൾ ആശുപത്രിയിൽ ഒരു മുറിയിൽ കിടക്കുകയാണ്. ഏത് മുറിയിലാണെന്ന് പോലും ഞങ്ങൾക്ക് ആരോട് വിളിച്ചു പറയാനോ ഒന്നും പറ്റത്തില്ല. ആ മോനിന്ന് 25 വയസ്സ് പ്രായമുണ്ട്. ജനിച്ച സമയത്തെ കാര്യമാണ്. നാളെ ബില്ലടയ്ക്കണം. ഇന്ന് രാത്രി 11 മണിയായപ്പോൾ കോട്ടയത്തുള്ള ഒരു ദൈവദാസൻ ഞങ്ങളെ തപ്പിപ്പിടിച്ച് അന്വേഷിച്ച് കണ്ടുപിടിച്ച് മുറിയിൽ വന്നിട്ട് എൻ്റെ കയ്യിൽ ഒരു പൊതി തന്നിട്ട് പറഞ്ഞു, നാളെ ബില്ലടയ്ക്കുന്നു. ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ പറ്റുമോ? ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ കഴിയും. ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ ദൈവം സഹായിക്കട്ടെ. ഇന്ന് അങ്ങനെ ഒരു തീരുമാനം ഈ ദേശത്തെ ജനം, ഇവിടെ ഇരിക്കുന്ന സഹോദരങ്ങൾ എടുക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ തലമുറകൾക്ക് അനുഗ്രഹമായിരിക്കും. ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് പറയാനുണ്ട്. എന്നെ എതിർക്കുന്ന ശത്രുക്കളെല്ലാം ഛിന്ന ഭിന്നമായി പോകുന്ന മനുഷ്യനെ കുറിച്ചൊന്നും അല്ല പറയുന്നത്. നമുക്ക് ഒരു ശത്രുവേ ഉള്ളത്, പിശാചാണ്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. മനുഷ്യരാരും നമ്മുടെ ശത്രുക്കളാണ്. മനുഷ്യരെല്ലാം നല്ലവരാണ്. എല്ലാവരും നല്ല ആളുകളാണ്. നമ്മളോട് പിണങ്ങിയിരിക്കുന്നവരും മിണ്ടാതിരിക്കുന്നവരും ഒക്കെ നല്ല മനുഷ്യരാണ്. അവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുവനുണ്ട്, ഒരു പിശാചുണ്ട്. അവരെ നമ്മിൽ ശത്രുവാക്കുന്ന ഒരു പിശാചുണ്ട്. നമ്മോട് മോശമായി സംസാരിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു പിശാചുണ്ട്. നമ്മോട് തെറ്റായി പെരുമാറാൻ അവരെ പ്രേരിപ്പിക്കുന്ന ഒരു ദുഷ്ട ശക്തിയുണ്ട്. അവനാണ് ശത്രു, ഈ മനുഷ്യരല്ല. അവരോടൊന്ന് കൈ കൊടുത്തൊന്ന് സ്നേഹമായി സംസാരിച്ച് കഴിയുമ്പോഴേക്കും തീർന്നില്ലേ? അവരെല്ലാം നമ്മുടെ സ്നേഹിതരായിട്ട് മാറിയില്ലേ? നമുക്ക് ഒരേ ഒരു ശത്രുവേ ഉള്ളൂ. ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ശത്രു പിശാചാണ്. പ്രത്യേകിച്ച് രോഗം. ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും ഇങ്ങനെ രോഗം ഒന്നിന് പുറകെ ഒന്നായി എല്ലാവർക്കും മാറി 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 അസുഖം വരുമായിരുന്നു. അതിനോടനുബന്ധിച്ച് എഴുതിയാണ്. എനിക്ക് ആ സംഭവം പറയാൻ സമയമില്ല. എന്നെ എതിർക്കുന്ന ശത്രുക്കളെല്ലാം ഛിന്ന ഭിന്നമായി പോകും. എൻ്റെ ദൈവത്താൽ എൻ്റെ ആരോഗ്യം, ദൈവത്തിന്റെ ദാനം, എൻ്റെ ശരീരം അനുഗ്രഹിക്കപ്പെടും. ആരോഗ്യത്തിനെതിരെ പോരാടിയിരുന്ന ദുഷ്ടശക്തി ഛിന്ന ഭിന്നമായി പോകുമെന്ന് അർത്ഥമാക്കിയാണ് ഈ വരികൾ എഴുതിയിരിക്കുന്നത്. ഒരനുഭവം പറഞ്ഞിട്ട് ഈ പാട്ട് പാടാം. അതിൽ 1ാമത്തെ സ്റ്റാൻസയിൽ എഴുതിയിരിക്കുന്നു, ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും,
എൻ്റെ വീട്ടിൽ ആഹാരം കുറയുകയില്ല, ആവശ്യങ്ങളൊന്നുമേ മുടങ്ങത്തില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതൊരു സ്വാർത്ഥതയുടെ വരികളല്ലേ എന്നൊക്കെ ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നിപ്പോകാം. ആ വരിയില് എൻ്റെ വീട്ടിൽ ആഹാരം കുറയുകയില്ല എന്നെഴുതിയ സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ ആഹാരമില്ലായിരുന്നു കേട്ടോ. ഒരു ദാരിദ്ര്യത്തിന്റെ, പട്ടിണിയുടെ അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ആ വരി എഴുതിയത്. അതൊരു വിശ്വാസത്തിന്റെ വരിയാണ്. വിശ്വാസത്തോട് പറഞ്ഞതാണ് എൻ്റെ വീട്ടിൽ ആഹാരം കുറയത്തില്ല എന്നുള്ളൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. കർത്താവേ, ഞങ്ങളുടെ വീട്ടിൽ ആഹാരം തീർന്നു പോകാതിരിക്കണേ. എന്താ പ്രാർത്ഥന? എൻ്റെ വീട്ടിലെ ആഹാരം തീർന്നു പോകല്ലേ കർത്താവ്. കർത്താവ് പ്രാർത്ഥന കേട്ടു. ഞാനന്ന് നോർത്ത് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ദൈവദാസനോട് ഇപ്പൊ കീബോർഡ് വായിക്കാൻ പോകുമായിരുന്നു. ഒരു വർഷിപ്പ് ലീഡറാണ്. മാസത്തിൽ 1-2 മീറ്റിങ്ങുകളൊക്കെ ഉണ്ടാകും. അതിനകത്ത് നിന്ന് കിട്ടുന്ന വരുമാനമാണ് ഞങ്ങളുടെ വരുമാനം. വിശ്വാസത്താലുള്ള ജീവിതമാണ്. ഞാൻ പ്രവർത്തിച്ചിരുന്ന ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമിൽ നിന്ന് പോലും സപ്പോർട്ട് വാങ്ങുന്നില്ലായിരുന്നു. വിശ്വാസത്താലുള്ള ഒരു ജീവിതം, അങ്ങനെ ഒരു തീരുമാനമായിരുന്നു, വിശ്വാസത്താൽ ജീവിക്കാം. അപ്പോൾ പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് എൻ്റെ കീബോർഡുണ്ട്, കീബോർഡുമായിട്ട് പോകുന്ന സമയത്ത് വീട്ടിലെ 3 പൊടിപ്പിള്ളേരാണ്. പിള്ളേർക്ക് വേണ്ടി വീട്ടിലെ എന്തെങ്കിലുമൊക്കെ ചിലർ കൊടുത്തിട്ട് പോകേണ്ടതാണ്. എൻ്റെ കയ്യിലുള്ള അല്പമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാണും, അത് കൊടുത്തിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ മാനേജ് ചെയ്തോളണേ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോകും. തിരിച്ചു വരുമ്പോൾ എൻ്റെ കയ്യിൽ രൂപ ഉണ്ടാകും. അതുപോലെ ഒരു മീറ്റിങ്ങിനായിട്ട് പോകാണ്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് തിരിച്ചു വരത്തുള്ളൂ. വീട്ടിലൊന്നും കാര്യമായ സാധനങ്ങളൊന്നുമില്ല, എല്ലാം തീർന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇപ്പൊ ഞാൻ പോയി കഴിഞ്ഞിട്ട് അതിനടുത്ത ദിവസം 2 ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ രണ്ടാമത്തെ മോള് ജമീമ, അവൾക്ക് 27 വയസ്സ് പ്രായമുണ്ട്. അവൾക്ക് അന്നൊരു 3 വയസ്സോ 3.5 വയസ്സോ ഒക്കെ കാണുമായിരിക്കും. 3 വയസ്സാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അവള് ചോദിച്ചു, മമ്മി എനിക്ക് ബിസ്ക്കറ്റ് വേണം. അവൾക്ക് ഇഷ്ടം ഈ പാർലേജി ബിസ്ക്കറ്റ്, ചെറിയൊരു പാക്കറ്റ് 2 രൂപയ്ക്കൊക്കെ കിട്ടും. 5 രൂപയ്ക്ക് കിട്ടുന്ന പാക്കറ്റ് ആണെങ്കിൽ വളരെ സന്തോഷം. മമ്മി ബിസ്ക്കറ്റ് വേണം. അപ്പോൾ മമ്മി പറഞ്ഞു, മക്കളെ പപ്പ വരട്ടെ, എന്നിട്ട് നമുക്ക് ബിസ്ക്കറ്റ് മേടിക്കാം. ആ മമ്മി എന്ന് പറഞ്ഞ അവളങ്ങ് പോയി. കൊച്ചൊരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെയും വന്ന് ചോദിച്ചു, മമ്മി ബിസ്ക്കറ്റ് വാങ്ങിത്താ. അപ്പോൾ പറഞ്ഞു, മക്കളെ പപ്പ വരട്ടെ, എന്നിട്ട് നമുക്ക് ബിസ്ക്കറ്റ് വാങ്ങാം കേട്ടോ. എന്ന് പറഞ്ഞിട്ട് അവൾ അന്നേരം അങ്ങ് പോകും. കൊച്ചിനറിയത്തില്ല ഈ പപ്പ വന്നാലേ ബിസ്ക്കറ്റ് വരത്തുള്ളൂ എന്നുള്ള കാര്യം. അത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലായില്ല. അപ്പൊ അതിനടുത്ത ഞായറാഴ്ച നാഗ്പൂരിൽ ഞങ്ങൾ താമസിച്ചിരിക്കുന്ന ആ സ്ഥലത്ത് മലയാളികളുടെ ഒരു കൂട്ടായ്മയുണ്ട്. അതിനകത്ത് ക്രിസ്ത്യാനികളുണ്ട്, അക്രൈസ്തവരുണ്ട്. എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു വീട്ടിൽ, ഒരു മർത്തമക്കാരനായ ഒരു അച്ചായന്റെ വീട്ടിൽ വെച്ചൊരു പ്രാർത്ഥന, എല്ലാ ഞായറാഴ്ച രാത്രി ഒരു പ്രാർത്ഥനയുണ്ട്. എല്ലാവരും വരും. അതൊരു സന്തോഷമാണ്, അല്ലെങ്കിൽ മലയാളികളുടെ ഒരു കൂട്ടായ്മയാണ്. അപ്പൊ ആ പ്രാർത്ഥന കഴിഞ്ഞിട്ട് അവിടെ എല്ലാ ദിവസവും ചായയും ബിസ്ക്കറ്റും കൊടുക്കും. അപ്പൊ ഈ ഞായറാഴ്ച വത്സയും 3 കുഞ്ഞുങ്ങളും അവിടെ പോയിട്ട് തിരിച്ച് വീട്ടിലോട്ട് ഒരു 5 മിനിറ്റ് ദൂരമുണ്ട് ഞങ്ങളുടെ വീടും ആ വീടുമായിട്ട് നടന്നു പോകുമ്പോൾ. തിരിച്ച് വീട്ടിനകത്തോട്ട് വന്ന് കയറി വാതിൽ തുറന്നുകൊണ്ടിരുന്ന സമയത്ത് ഇവളിങ്ങനെ കൈകൊണ്ട് തട്ടിയിട്ട് പറഞ്ഞു, ദാൻഡേ മമ്മി എനിക്ക് ബിസ്ക്കറ്റ് കിട്ടി. അപ്പൊ വത്സ തിരിഞ്ഞ് നോക്കിയപ്പോ അവിടെ കൈ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. മൈൻഡ് ചെയ്തില്ല. അകത്തോട്ട് കയറി വീടിനകത്ത് കയറി കഴിഞ്ഞപ്പോ പറഞ്ഞു, മമ്മി ദാണ്ടെ എനിക്ക് ഇത്രയും ബിസ്ക്കറ്റ് കിട്ടിയെന്ന് പറഞ്ഞു. അന്നേരം ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കിയപ്പോ ഈ കൈ നിറച്ച് ബിസ്ക്കറ്റ് വെച്ചിരിക്കുകയാണ് അവിടെ. അപ്പൊ ഇത്രയും ബിസ്ക്കറ്റോ? ഇത്രയല്ല, ഇനിയും ഉണ്ട്. അവളുടെ ഈ കുട്ടി ഫ്രോക്കിന് ഒരു 5-6 പോക്കറ്റ് ഉണ്ട് അവിടെ ഇവിടെയായിട്ട്. ഈ സകല പോക്കറ്റിനകത്ത് നിറച്ച് ബിസ്ക്കറ്റ് കുത്തി നിറച്ച് വെച്ചിരിക്കുകയാണ്. മകളെ, നിനക്ക് ഈ ബിസ്ക്കറ്റ് എവിടെ നിന്നാ കിട്ടിയത്? അത് ആ വീട്ടിൽ നിന്ന്. ആരും തന്നാ എനിക്ക് ബിസ്ക്കറ്റ്? ആരും തന്നതൊന്നുമല്ല, ഞാൻ എടുത്തത്. പക്ഷെ മക്കളെ, ആരെങ്കിലും കണ്ടോ നീ ബിസ്ക്കറ്റ് എടുക്കുന്നേ? ഇല്ല മമ്മി, ആരും കണ്ടില്ല. ഇളയ കുഞ്ഞ് വത്സന്റെ കയ്യിലിരിക്കുവായിരുന്നു. ആ കൊച്ചിനെ താഴെ ഇട്ടു. അവളുടെ വീട് ധനവച്ചവരും CSI ചർച്ചിലെ മുതിർന്ന ഡീക്കനായ ജോൺകുട്ടി സാറിന്റെ മകളാണ്. അവളുടെ ജീവിതത്തിൽ അവളുടെ പട്ടിണി എന്തെന്ന് അനുഭവിച്ചിട്ടില്ല. വീട്ടിൽ രാവിലെ അമ്മ ആഹാരം ഉണ്ടാക്കി അടുത്ത വീട്ടിലേക്ക് പ്രായമുള്ള അമ്മച്ചിമാർക്ക് കൊടുക്കാനായിട്ട് കൊടുത്തയക്കും. സ്കൂളിൽ പോകുമ്പോൾ 2 പൊതി കൊടുത്തയക്കും. സ്കൂളിൽ ക്ലാസ്സിൽ ആരെങ്കിലും കുഞ്ഞുങ്ങൾ ആരെങ്കിലും ആഹാരമില്ലാതെ ഇരിപ്പുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കണം. പട്ടിണി എന്തെന്ന് അറിയത്തേ ഇല്ല. ജീവിതത്തിൽ എല്ലാ സമൃദ്ധിയിലും കഴിഞ്ഞതാണ്. അവൾ പട്ടിണി അനുഭവിച്ചതെല്ലാം എൻ്റെ കൂടെ ഇറങ്ങി വന്നതിന് ശേഷം.
ഇന്ന് വീട്ടിൽ ഇല്ലായ്മയാണ്, ആഹാരമില്ല. കുഞ്ഞു പോയി വേറൊരു വീട്ടിൽ നിന്ന് ആഹാരം മോഷ്ടിച്ചിട്ട് വന്നിരിക്കുക. ഇവർക്ക് തല കറങ്ങുന്ന പോലെ മക്കളെ, നീ എന്തോ കാണിച്ചു? നീ എന്തിനു ബിസ്ക്കറ്റ് എടുത്തു? നീ എന്തിനാ മോഷ്ടിച്ചു? ആരോടും പറയാതെ എന്തിനാ നീ ഇത് എടുത്തത്? അവളുടെ കയ്യിലിരുന്ന ബിസ്ക്കറ്റ്, അവളുടെ പോക്കറ്റിൽ കിടന്ന ബിസ്ക്കറ്റും എല്ലാം കൂടെ ചുരുട്ടി പൊടിച്ച് ദൂരെ കളഞ്ഞു. ഒരു വടിയെടുത്ത് കുഞ്ഞിനെ അങ്ങ് തല്ലാൻ തുടങ്ങി. അവളുടെ ഫ്രോക്കിൽ പൂക്കി പിടിച്ചുകൊണ്ടോ അവളുടെ ദേഷ്യവും സങ്കടമൊക്കെ തീരുന്നത് വരെ, നീ എന്തിനാ മക്കളെ നീ ഇതെടുത്തത്? എന്തിനാ നീ മോഷ്ടിച്ചെന്ന് ചോദിച്ചടിക്കുക. കുഞ്ഞു പറയുന്ന, മമ്മി എനിക്ക് ബിസ്ക്കറ്റ് മേടിച്ച് തന്നില്ലല്ലോ, അതുകൊണ്ടാ മമ്മി ഞാൻ എടുത്ത്, ഇനി ഞാൻ എടുക്കത്തില്ല എന്നൊക്കെ അവൾ കരയുന്നുണ്ട്. അതൊന്നും അവള് കേൾക്കുന്നില്ല. ഇന്ന് രാത്രി ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും വേദനയുടെ ഒരു രാത്രിയായിരുന്നു. ഞാനിതൊന്നും അറിയുന്നില്ല. ഞാൻ നല്ല 3 നേരവും 4 നേരവും ഒക്കെ ആഹാരം കഴിച്ചുകൊണ്ട് ഈ മീറ്റിങ്ങുകളുമായിട്ട് നടക്കുക. അവിടെ ഇതൊക്കെ ആഹാരം കഴിക്കുമ്പോഴും എനിക്കറിയാം വീട്ടിൽ ആഹാരം നന്നായിട്ട് കാണത്തില്ല. അതുകൊണ്ട് അവിടെ ഇരുന്ന് കഴിക്കുമ്പോഴും കഴിച്ചാൽ ഇറങ്ങത്തില്ല. ഞാൻ തിരിച്ചു വീട്ടിൽ വന്ന സമയത്ത് എന്നോട് ആദ്യം പറഞ്ഞ വാർത്ത ഇതാണ്. ഞാനന്ന് കർത്താവിന്റെ സന്നിധിയിൽ ചോദിച്ചൊരു ചോദ്യം, എന്താ കർത്താവേ, എൻ്റെ വീട്ടിൽ എന്തായി നടക്കുന്നത്? എന്നോട് ജോലി വിട്ട് ഇറങ്ങാൻ പറഞ്ഞ സമയത്ത് ഞാൻ ദൈവമായിട്ടൊരു ഉടമ്പടിയുണ്ട്. ആ ഉടമ്പടി ഇങ്ങനെയാണ്, കർത്താവേ, എന്നോട് എവിടെ പോകാൻ പറഞ്ഞാലും ഞാൻ പോയിക്കൊള്ളാം, എന്ത് ചെയ്യാൻ പറഞ്ഞാലും ഞാൻ ചെയ്തോളാം. പക്ഷെ എൻ്റെ വീട്ടിൽ എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ ഭാര്യ, ഞങ്ങളുടെ മിനിമം ആവശ്യങ്ങൾ, ഞങ്ങളുടെ ആഹാരം, അതിനൊന്നും ഒരു ബുദ്ധിമുട്ട് വരാതെ ദൈവം നോക്കിക്കൊള്ളണേ. കർത്താവ് പറഞ്ഞതാണ്, ഞാൻ അത് ചെയ്തു കൊള്ളാം. ഞാൻ എൻ്റെ ദൈവത്തോട് ചോദിച്ച ചോദ്യം, ദൈവമേ, എന്താണിത്? എൻ്റെ ഭവനത്തിൽ എന്തുകൊണ്ട് ഈ ദാരിദ്ര്യം മാറുന്നില്ല? ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായിട്ട് ഒരു കാര്യം എന്നോട് അന്ന് സംസാരിച്ചു. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന അനുഗ്രഹങ്ങളെല്ലാം നിനക്കുള്ളതാണ്. നിന്റെ മാവ് കുഴയ്ക്കുന്ന തൊട്ടിയും അപ്പം വയ്ക്കുന്ന കൊട്ടയും അനുഗ്രഹിക്കപ്പെടും. അതിന്റെ അർത്ഥം, ഈ മാവ് കുഴയ്ക്കലും അപ്പം ഉണ്ടാക്കലും നിന്റെ അടുക്കളയിൽ നടക്കുന്ന കാര്യമാണ്. നിന്റെ അടുക്കളയിൽ ആഹാരം ഉണ്ടാകും എന്ന് ഞാൻ നിനക്ക് വാഗ്ദത്തം തന്നിട്ടുണ്ട്. പക്ഷെ നീ ഇപ്പോഴും അതിനെ വിശ്വസിച്ചിട്ടില്ല. നീ ഇപ്പോഴും ദാരിദ്ര്യവും കഷ്ടവും നഷ്ടവും ഒക്കെ പ്രസംഗിച്ച് നടക്കുകയാണ്. അപ്പൊ പിന്നെ എങ്ങനെ നിന്റെ വീട്ടിൽ നിന്ന് ദാരിദ്ര്യം മാറും? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കണ്ണുകളെ തുറന്നു. ഞാൻ അടുക്കളയിലോട്ട് കയറി നോക്കുമ്പോൾ അവിടെ ഒന്നുമില്ല. പഞ്ചസാര, ചായപ്പൊടി എല്ലാം തീർന്നു കിടക്കും. എങ്ങനെയാണ് ഇവിടെ ജീവിച്ചത് എനിക്കറിയത്തില്ല ഈ ദിവസങ്ങൾ. അപ്പോൾ എൻ്റെ കർത്താവേ, ഇവിടെ ഇരിക്കുന്ന ഈ പാത്രങ്ങൾ, ഒടിഞ്ഞു കിടക്കുന്ന ഈ പാത്രങ്ങളിൽ ആഹാരം ഉണ്ടാകണം. ഇത് തീർന്നു പോകല്ലേ കർത്താവേ. ഞങ്ങളുടെ വീട്ടിലെ ആഹാരത്തിന് ഞങ്ങൾക്ക് ഞെരുക്കം വരാതെ, ബുദ്ധിമുട്ട് വരാതെ എൻ്റെ ദൈവമേ നീ നോക്കിക്കൊള്ളണം. അങ്ങനെ വചനത്തെ ഞാൻ ഏറ്റെടുക്കുകയാണ്, ഞാൻ വിശ്വസിക്കുകയാണ്. ആ ദിവസങ്ങളാണ് ഈ പാട്ടുകൾ എഴുതി. ഈ പാട്ട് എഴുതി ഞങ്ങൾ അന്ന് കാസറ്റൊക്കെ റെക്കോർഡ് ചെയ്ത് കേരളത്തിൽ വന്ന് പല സ്ഥലങ്ങളിലും ഈ പാട്ട് പാടി എല്ലാവരും സന്തോഷത്തോടെ ഏറ്റെടുത്തു. അത് ഏറ്റെടുത്ത സമയത്തും എൻ്റെ വീട്ടിലെ ദാരിദ്ര്യം മാറിയിട്ടില്ല. എന്നാൽ ദൈവം ഒരു പ്രവൃത്തി ചെയ്യാൻ പോവുകയായിരുന്നു. ഞങ്ങൾ ആ സീസണിലെ മീറ്റിങ്ങുകളെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്നതിൻ്റെ തലേ രാത്രിയിൽ തണുപോച്ചോരപ്പുറത്ത് എൻ്റെ ഭാര്യയുടെ വീട്ടിൽ നിന്നാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ കുറെ കപ്പ, തേങ്ങ, അങ്ങനെ പല സാധനങ്ങളൊക്കെ വണ്ടിയിലോട്ട് കയറ്റി. അത് രാത്രി ഒരു 11 മണിയായി കാണും. ഭാര്യയുടെ അമ്മ വന്നു, ഒരു കാർട്ടൺ, ഒരു ബോക്സ് കൊണ്ടുവന്നു മേശപ്പുറത്ത് വെച്ചിട്ട് പറഞ്ഞു, മക്കളെ, നാളെ പോകുമ്പോൾ ഇത് കൂടെ കൊണ്ടുപോകണേ.